അടുത്തൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സാമിൻ്റെ ഭാഗമായി ഒരു ഫൈനൽ ടച്ചാണ്. അപ്പോൾ പഠിച്ചത് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള പ്രധാന പോയിന്റുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ജീവികളും അതിൻ്റെ ആഹാരങ്ങളും നമുക്ക് നോക്കാം. സ്രാവിൻ്റെ പ്രധാന ആഹാരം കണവ, മീനുകൾ, കടലാമ. മത്തിയുടെ ആണെങ്കിൽ ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ സസ്യഭാഗങ്ങൾ മീനുകളാണ്, ചെറുമീനുകൾ പ്ലവകങ്ങളാണ്. അപ്പോൾ എന്താണ് പ്ലവകങ്ങൾ എന്ന് ചോദിച്ചാൽ ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് എന്നത് പ്ലവകങ്ങൾ എന്ന് ഓർത്തു വയ്ക്കുക. ആഹാര ശൃംഖലാജാലകത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കപ്പെടുന്നത്. ഇതിനെ പ്രവർത്തനത്തെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിൽ ഹരിതകം, ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു. ഓർത്തുവയ്ക്കുക. അടുത്ത് നിറങ്ങളും അതിൻ്റെ വർണ്ണങ്ങളാണ് നോക്കുന്നത്. ചുവപ്പ് ആന്തോസയനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൻ. ഓക്കെ, അത് ചോദിച്ചിട്ടുള്ളതാണ്, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അടുത്ത ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമായി ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റ് എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. ഓർത്തുവയ്ക്കുക. അടുത്ത ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങൾ പൂർണ്ണ പരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു. ഒരാളിൽ നിന്ന് മറ്റൊരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. മഹാമാരികൾ എന്തെന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകൾ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഫംഗസുകളുടെ ലോകം. അതായത് നമ്മുടെ പരിചിതമായ റോട്ടിപ്പൂപ്പൽ, അതുപോലെ വസ്ത്രങ്ങളിൽ ബാധിക്കുന്ന കരിമ്പൻ എന്ന് കേട്ടിട്ടുണ്ടാവും, കരിപ്പൻ. ഓക്കെ, അത് ഫംഗസുകളാണ്. ഓർത്ത് വയ്ക്കുക. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് ചില ഫംഗസുകളാണ് കാർഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ ഈ രോഗാണുവാഹകരിൽ പെടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് മനുഷ്യ ശരീരത്തിലെ ഏകദേശ ജലത്തിൻ്റെ അളവ് നോക്കാം. തലച്ചോറിൽ 73%, രക്തത്തിൽ 94%, വൃക്കയിൽ 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശത്തിൽ 83%, അസ്ഥികളിൽ 31%. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു പോയിന്റ് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പികൾ തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാക്കുന്നത് കൊണ്ടാണ് കുമിടകൾ ഉണ്ടാകുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അടുത്ത് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയാണ് സസ്യങ്ങൾ വളരാനായി ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത വിത്ത് മുളയ്ക്കൽ അഥവാ സീഡ് ജെർമിനേഷൻ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും അതിനെ റാഡിക്കൽ എന്ന് പറയും. പിന്നീട് ബീജശീർഷവും അതായത് പ്യൂമോൾ പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലകളുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനാൽ ബീജപത്രത്തിലെ ബീജാനന്തത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വന്ന് സസ്യം ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിക്കാം. അടുത്ത് മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിക്കപ്പെടുന്ന രീതിയെ എന്ന് പറയും വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നു.
സാധാരണയായി ബീജമൂലം വളർന്ന് വേരുകളായി മാറുന്നെങ്കിൽ തണ്ടിൽ നിന്ന് ശിഖരങ്ങളിൽ നിന്ന് ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ താങ്ങുവേര്, പോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് അഥവാ സിൽട്ട് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട് എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകൾ ശ്വസന വേരുകൾ, ന്യൂമാറ്റോഫോഴ്സ് എന്ന ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേരുകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെ നിന്നാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നാണ് സൗരയൂഥം എന്ന് പറയുന്നത് അഥവാ സോളാർ സിസ്റ്റം. അടുത്ത കൃത്രിമ ഉപഗ്രഹങ്ങളും അതിൻ്റെ പ്രധാന ഉപയോഗം നമുക്ക് നോക്കാം. ഇൻസാറ്റ് വാർത്താവിനിമയമാണ്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയമാണ്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ജിസാറ്റ് 7 എമിസാറ്റും പ്രതിരോധമാണ്. ഇപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നത് ജോഡികളിൽ തെറ്റായത് ഏതെന്ന് രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന രീതിയിലും ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ച് പഠിച്ചോളുക. അടുത്ത് നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗതി നിർണയമാണ്. GPS സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഏതെന്ന് പറയുന്ന IRNSS. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1961 നവംബർ 21 സ്ഥാപിതമായത്. നൈക് അപ്പാച്ചെ ആയിരുന്നു അതിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് എന്നത് ഓർത്ത് വയ്ക്കുക. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശ് ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. 1971 ഒക്ടോബർ 20 ആരംഭിച്ചു. 2 വിക്ഷേപണ തറകൾ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ബഹിരാകാശവാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുതിയതായിട്ടൊരു ബഹിരാകാശ തറ കൊണ്ട് തമിഴ്നാട്ടിൽ നിലവിൽ വരുന്നതുകൂടെ ജസ്റ്റ് ഒന്ന് കറണ്ട് അഫീസിൻ്റെ രീതിയിൽ ഓർത്ത് വയ്ക്കുക. തൂത്തുക്കുടിയിലാണെന്ന് കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത് ISROയുടെ ചെയർമാൻ V നാരായണൻ എന്ന് ഓർത്ത് വയ്ക്കുക. ISRO നിലവിൽ 1 വർഷം 1969 ഓഗസ്റ്റ് 15 എന്നുകൂടി ഈ അവസരത്തിൽ ഓർത്ത് വയ്ക്കേണ്ടത് നന്നാണ്. ഓക്കെ, അടുത്ത് ബഹിരാകാശ ഭാരം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ ഭാരമായി ആചരിക്കുന്നത്. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെ സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെ 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയെ ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടത്തുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഓരോ ദൗത്യവും അതിൻ്റെ ലക്ഷ്യമാണ്. മംഗൾയാൻ ചൊവ്വ പര്യവേഷണമാണ്. ആദ്യത്തെ L1 സൗരപര്യവേഷണമാണ്. ഗഗൻയാൻ ബഹിരാകാശ ഗവേഷണമാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രവർത്തിച്ചു ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് അഥവാ എനർജി എന്ന് പറയുന്നത്. ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കുന്നു. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ വസ്തുക്കളാണ് ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിച്ചുകൊണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സൗരോർജ്ജ പാനലിലുള്ള സൗരസെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുന്നത്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഉപയോഗിച്ച് തീർന്നു പോകില്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആണ് അറിയപ്പെടുന്ന ഈ ഊർജ്ജ സ്രോതസ്സുകൾ. വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നുകൂടെ ഓർത്തിക്കുക. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലിൽ നിന്നാണെന്ന് ഓർത്തിക്കുക. അടുത്ത സ്റ്റെല്ലൻ ചാർട്ട്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്റ്റെല്ലറാണ് ഈ സ്റ്റെല്ലൻ ചാർട്ട് നിർമ്മിച്ചത്. കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വലുപ്പം കുറഞ്ഞു വരുന്ന അക്ഷരങ്ങളാണ് എന്ത് ചെയ്യുന്ന സ്റ്റെല്ലൻ ചാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കുന്ന മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്.
ചൂട്, തണുപ്പ് തുടങ്ങിയ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറത്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത കുഴിയാന എന്താണെന്ന് നോക്കാം. ആന്റിലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. പൂഴിമണ്ണിൽ ഫണലിന്റെ ആകൃതിയെ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആന്റ് ലയൺ എന്നാണ് കുഴിയാനകൾ പേര്. ഈ ലാർവ മൺതരികൾ നേർത്ത നൂല് ഉപയോഗിച്ച് കൂടുണ്ടാക്കി പ്യൂപ്പകളായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണികൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത വെങ്കടനീലി ബ്ലൂ ടൈഗർ മോത്ത്. പകൽ നേരത്ത് കാണുന്ന നീല നിറമുള്ള ശലഭങ്ങളാണ് വെങ്കടനീലി എന്ന് പറയുന്നത്. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടെയാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് എന്നുകൂടി ഓർത്തേക്കുക. അടുത്ത് ഊത്ത കയറ്റം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായി സസ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതിന് തടവും ശിക്ഷയൊക്കെ ഉണ്ട്, ഓർത്ത് വയ്ക്കുക. അടുത്ത മൂർഖൻ പാമ്പ്. വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകെയാണ് വീതിയുള്ള 2 വളയങ്ങൾ. ഇതിനാണ് മൂർഖൻ പാമ്പിൻ്റെ ഒരു ഇത് പറയുന്നത്. അടുത്ത് രാജവെമ്പാല. പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ആരോമാർക്ക് പോലെയുള്ള അടയാളം 5 മീറ്റർ വരെ നീളം, ശരീരത്തെ മുൻഭാഗത്ത് വളയങ്ങൾ, വാലിന് നല്ല കറുപ്പ്. ഇതാണ് രാജവെമ്പാലയുടെ രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ, കറുത്തിരുണ്ട നിറമാണ് വെള്ളിക്കെട്ടന്. അണലീരെന്ന് പറയുന്നത് ത്രികോണാകൃതിയിൽ വലിയ തല, ശരീരത്തിൽ ചങ്ങല പോലെ പുള്ളികൾ. ഓക്കെ, അടുത്ത് കടൽപ്പാമ്പ്. അതായത് വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളാണ് ഇതിന് കടൽപ്പാമ്പിന് ഉള്ളത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യമേ ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ എന്ന് പറയുന്നത്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യത്തിനുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ഓക്കെ, മിശ്ര ഭോജനം. പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചുള്ള സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന മിശ്ര ഭോജനം ഇത് ചോദിക്കാൻ കാരണമെന്ന് സ്കൂൾ പാഠപുസ്തകത്തിലുള്ളത് കൊണ്ടാണ് 1917 മെയ് 19 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം. ബ്രോ അയ്യപ്പൻ അഥവാ സഹോദരൻ അയ്യപ്പൻ. എറണാകുളം ജില്ലയിലെ ചിറായിലാണ് മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് എന്ന് ഓർത്തുക. എറണാകുളം ജില്ലയിലെ ചിറായിലാണ് സംഘടിപ്പിച്ചതെന്ന് ഓർത്തുക. എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെ ഈ സമരം നടത്തിയത്. നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഈ സമരം നടത്തിയത്. മിശ്ര ഭോജനത്തിന് നേതൃത്വം കൊടുത്തതിന് ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്ന സാമൂഹികവും അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണം എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ബംഗാളിലെ ക്ഷാമമാണ്. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തെയാണ് ബംഗാളിലെ ക്ഷാമം എന്ന് പറയുന്നത്. ഏകദേശം 30 ലക്ഷത്തോളം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അവിടുത്തെ ബംഗാളിലെ നെൽകൃഷി നശിച്ചതാണ് കാരണം. അതിന് ശക്തമായ കൊടുങ്കാറ്റായിരുന്നു പ്രധാന കാരണം. അടുത്ത ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം രാജ്യത്തിന് നിലവിലുണ്ടെന്ന് ഓർത്തുക. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് ഓർത്തുവയ്ക്കുക. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന്
ഓർക്കുക. ഓക്കെ, അടുത്ത കൂലിയും ശമ്പളവും എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചത് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തിക്ക് പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. എന്താണ് ആസ്തികൾ എന്ന് നോക്കാം. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങൾ ആണ് ആസ്തികൾ എന്നറിയപ്പെടുന്ന കെട്ടിടങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയ ആസ്തിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ്. വരുമാന സ്രോതസ്സും വരുമാനം കൃഷിയിൽ നിന്ന് വിളയാണ് ലഭിക്കുന്നത്, തൊഴിൽ നിന്ന് കൂലി അല്ലെങ്കിൽ ശമ്പളം, ബിസിനസ്സിൽ നിന്ന് ലാഭമാണ്, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ, ആസ്തികളിൽ നിന്ന് വാടകയും പാട്ടവും, ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം. ഓക്കെ, അടുത്ത കാർഷിക തൊഴിലുകൾ എന്നാലെന്ന് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെ ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് എക്കണോമിക് റിവ്യൂ 2022-23 റിപ്പോർട്ട് പ്രകാരമാണ്. കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുന്നത് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത വിവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യവസായാടിസ്ഥാനത്തിൽ ഉൽപ്പാദനങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്തുനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത് പരുത്തി ഏതാണെന്ന് നോക്കാം. വ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലുകളാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീനകാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തു വരുന്നു. ഇനി ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. ഓർത്ത് വയ്ക്കുക, ഗംഗാതീരത്ത് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. ഓർത്തുവയ്ക്കുക. അടുത്ത പോയിന്റ്, നീലം ചെടി. ആദ്യകാലങ്ങളിലെ വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൊടുത്തിരുന്ന നീലം ചെടിയിൽ നിന്നായിരുന്നു ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വസ്ത്രങ്ങളിൽ നിറം ഉണ്ടാക്കിയിരുന്നത്. അടുത്ത സ്പിന്നിങ് ജെന്നി എന്താണെന്ന് നോക്കാം. ജെയിംസ് ഹാർവിസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൾ കൊണ്ട് നൂൽ ഉൽപാദനം അക്കാലത്ത് വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നി കണ്ടുപിടുത്തത്തോടെ നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. അടുത്ത നോക്കേണ്ടത് യന്ത്രത്തറിയാണ്. പവർലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയും മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ തുണി ഉൽപ്പാദിപ്പിക്കാൻ കൈത്തറിക്ക് കഴിയുന്നു. അടുത്ത വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളാണ് പ്രധാനപ്പെട്ട രണ്ട് നാരുകളൊക്കെ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളാണ്. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന്, ഉദാഹരണം ചെമ്മരിയാടിനെ, അതുപോലെ ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും അതുപോലെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരുകളും നിർമ്മിക്കപ്പെട്ടിരുന്നു. സസ്യങ്ങളിൽ നിന്ന്, ഉദാഹരണം പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, കൃത്രിമ നാരുകൾ. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പൊതുവെ ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളിഞ്ഞു ഉണ്ടാവില്ല. ഇത് മേന്മയും ഇതിന് ഉദാഹരണമാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. ഓക്കെ, അടുത്ത തിരുവിതാംകൂർ നമുക്ക് നോക്കാം. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗവുമായ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൽ പകുതിയോളം അനിഴം തിരുനാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യ വിസ്തൃതി പ്രാപിച്ചത്. 1986 കേരള സംസ്ഥാനം രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഇനി മേൽമുണ്ട് എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂർ സ്ത്രീകൾ മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ പറയപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ ആദ്യഘട്ടത്തിൽ അവസാനം നേടിയെടുത്ത സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഓർത്തുവയ്ക്കുക, 1905 ഓഗസ്റ്റ് 7 കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക. ചോദിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം
പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ആചരിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരണം ലോകമെമ്പാടും വ്യാപിക്കുകയുണ്ടായി. അടുത്ത വടക്ക് നോക്കി യന്ത്രമാണ്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചിക തെക്ക് ദിശയിലായി നിലകൊള്ളുന്നു. ഈ തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാന തത്വം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു? വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഗ്ലോബലും ഭൂപടവും വ്യത്യാസം നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചാൽ അത് ഭൂപടമായിട്ട് മാറുന്നു. എന്താണ് കാർട്ടോഗ്രാഫി എന്ന് നോക്കാം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആ സ്ഥലം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണെന്ന് ഓർത്തിക്കുക. അടുത്ത ഉത്തർപ്രദേശ് സംസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അതിർത്തി രാജ്യം, അതായത് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ എന്ന് ഓർത്തിക്കുക. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ നൃത്തരൂപം, അതായത് ഉത്തർപ്രദേശിൻ്റെ നൃത്തരൂപമാണ് കഥക്. പ്രധാനപ്പെട്ട നഗരങ്ങൾ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് മുതലായവയാണ്. അശോകസ്തംഭത്തിലൂടെ പ്രസിദ്ധമായ സാരനാഥ്, അതായത് ഉത്തർപ്രദേശിലാണെന്ന് ഓർത്തിക്കുക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാം. ഇതിൽ തെറ്റായത് ഏത് എന്ന് ചോദിക്കാം. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അടുത്ത തദ്ദേശ സേവന സ്ഥാപനങ്ങൾ എക്സാമിന് ചോദിച്ചതാണ്. മുമ്പുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചായത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ചെയർമാനും കോർപ്പറേഷൻ്റെ മേയറുമാണെന്ന് ഓർത്തിക്കുക. ഇവിടെ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അടുത്ത ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കനും. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലവും ശക്തവുമായ തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയുമാണെന്ന് ഓർത്തുക. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം അഥവാ ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോക്രസി എന്ന ജനാധിപത്യം, ഡെമോസ് എന്ന ജനങ്ങൾ, ക്രെറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത് എന്ന് ഓർത്തു വയ്ക്കുക. എന്താണ് ഗ്രാമസഭകൾ എന്ന് ചോദിച്ചാൽ ഒരു പ്രദേശത്തെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളിയാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണെന്ന് ഓർത്തുവയ്ക്കുക. നഗരങ്ങളിൽ ഇവ അറിയപ്പെടുന്നത് വാർഡ് സഭകൾ എന്ന് ഓർത്തുവയ്ക്കുക. നഗരങ്ങളിൽ അവരുടെ വാർഡ് സഭയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളിനെ കൗൺസിലർ എന്നും അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്നും കൂടി ഓർത്തുവയ്ക്കുക. അടുത്ത് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അടുത്ത കേരള നിയമസഭ എന്താണെന്ന് നോക്കാം. കേരള നിയമസഭയിലെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരത്താണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമദിനമായി ആചരിക്കുന്നു എന്ന് ഓർത്തുവയ്ക്കുക. ഏപ്രിൽ 27 നിയമദിനം കേരളത്തിൽ ഓർത്തുവയ്ക്കുക. 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതും കൂടി ഓർത്തുവയ്ക്കുക. അടുത്ത ഇതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം അറിയപ്പെടുന്നത്.
പ്രത്യക്ഷമല്ല. പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവസ്ഥയും കൂടി രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രയോഗികമായിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജനാധിപത്യ സവിശേഷതകളാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം. അപ്പോൾ ജനാധിപത്യ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം, സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്, ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെ ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താവിനിമയ മാധ്യമങ്ങൾ, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, ഇത് പോയിന്റുകളെല്ലാം ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമിന് സ്റ്റേറ്റ്മെന്റായിട്ട് ചോദിക്കാൻ ജനാധിപത്യ സവിശേഷതകൾ താഴെ തരംതിരിക്കുന്നതിൽ പെടാത്തത് ഏത് രീതി എന്ന രീതിയിൽ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അടുത്ത സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ്. യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 അത് ഇപ്പോൾ 18 വയസ്സാണ്. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രകാരമാണ് 21 നിന്നായി 18 18ആയി ചുരുക്കിയത് എന്ന് ഓർത്ത് വയ്ക്കുക. തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പിന് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കാം. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. അടുത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്ക് പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഓർത്തു വയ്ക്കാം. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടുന്ന എല്ലാവരും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത് വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം വാഹനമെന്നാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണമാണ് വാഹനം എന്ന് പറയുന്ന എന്ന പദത്തിൻ്റെ അർത്ഥം. വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം. മനുഷ്യ സഞ്ചാരത്തിനായി ചരക്കുകൾ കൊണ്ടുപോകുന്നതിനുമായി ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മക് ആദം റോഡുകൾ എന്താണെന്ന് നോക്കാം. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളാണ് മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ജസ്റ്റ് നോർത്ത് എക്സാമിന് ചോദിക്കാം. ഓക്കെ, റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും മക് ആദം റോഡുകൾ. അടുത്ത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് ഇത് സുവർണ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളുടെ 12 സംസ്ഥാനങ്ങളുടെ ഈ പാത കടന്നുപോകുന്നു എന്ന് ഓർത്തുക. സുവർണ ചതുഷ്കോണം. അടുത്ത വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് സിൽച്ചാറിനെയും പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. എക്സാമിന് ചോദിക്കാം. 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ, ഡാർട്ടിങ്ങൽ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടായിരുന്നു ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ പാത ബോംബെ താനെയാണ്. ഇപ്പോഴത്തെ മുംബൈ 1853. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 ഓർത്തു വയ്ക്കാം. കേരളത്തിലെ ഉൾനാടൻ ജലാശയ പാതകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന 2 ഉൾനാടൻ ഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്ക് നീക്കത്തിൽ പ്രധാനമായും ഈ ജലപാതയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഓർത്തുവയ്ക്കുക. ഇനി കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. പാർവതി പുത്തനാർ
തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഓർത്തിക്കുക, വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിക്കുന്ന പാർവതി പുത്തനാർ എന്ന് ഓർത്തിക്കുക. അടുത്ത വ്യോമ ഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിനിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയരുന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചതെന്ന് ഓർത്തിക്കുക. 1912 ഇന്ത്യയിലേക്ക് തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി എന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണെന്ന് ഓർത്തുവയ്ക്കുക. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർത്തുവയ്ക്കുക. അച്ചടി ആദ്യമായി കണ്ടുപിടിച്ച ചൈനക്കാരാണെന്ന് ഓർത്തിക്കുക. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളുടെ വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി എന്ന് ഓർത്തുവയ്ക്കാം. ഈ കാണുന്ന ഗുട്ടൻബർഗ് പൂർണ്ണമായ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യകളാണ് ഏതൊക്കെയാണ് നോക്കാം. വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആശയം കൈമാറാൻ കഴിയുന്നതാണ് വീഡിയോ കോൺഫറൻസ്. ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇമെയിൽ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ശേഖരിക്കുന്നതിനും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ടെലിമെഡിസിൻ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ടെലിമെഡിസിൻ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അടുത്ത് പറയുന്നത് മൺസൂൺ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകൾ പശ്ചിമഘട്ട നിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻതോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന കാലവർഷം എന്നാണ്. പലതവണ പേസ് ചോദിച്ചാണ്, ശ്രദ്ധിച്ചോളുക. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്കൻ നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകൾ ഈ ഭാഗം ബംഗാൾ ഉൾക്കടലിൽ മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷമെന്നും അറിയപ്പെടുന്നു. കൃത്യമായിട്ട് ചോദിക്കാം. ഈ പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണെന്ന് ഓർത്തിക്കുക. അടുത്ത് ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണെന്ന് ഓർത്തിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയാണ് ആചരിക്കുന്നത്. ഇനി കുറച്ച് പദ്ധതികളും അത് നിർവഹിക്കുന്ന സംഘടനയും അല്ലെങ്കിൽ സ്ഥാപനം ഏതെന്ന് നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ കേരള ഹരിത മിഷനാണ്. അടുത്ത മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുക്കും നവകേരളം എന്ന കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണെന്ന് ഓർത്തിക്കുക. അടുത്ത സാമ്പത്തിക അസമത്വം എന്താണെന്ന് നോക്കാം. സാമ്പത്തിക അസമത്വം എന്നത് സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയിലെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെ സംരംഭങ്ങളുടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അടുത്ത മിശ്രഭോജനം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഇവിടെ ഒരു ആളും കൂടെ വ്യക്തിയും കൂടെ ചേർന്നിട്ടുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്നതിന് കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ആരംഭം മുതൽ കേരളത്തിൽ നടന്നിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം. ഓക്കെ, അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് എന്ത് നടത്തിയത്? സമപന്തി ഭോജനം എന്ന് ഓർത്തിക്കുക. മുതൽ നിരവധി സമരങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 എറണാകുളം ജില്ലയിൽ ചേറായിൽ സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്ര ഭോജനം. ഓക്കെ, മിശ്ര ഭോജനം ഇവിടെ പറയുന്നുണ്ട്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയും, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണെന്ന് കൂടി ഓർത്തിക്കുക. മേൽമുണ്ട് സമരം വസ്ത്രധാരണ ആവശ്യത്തിന് വേണ്ടി തെക്കൻ
തെക്കൻ തിരുവിതാംകൂർ സ്ത്രീകൾ 19 നൂറ്റാണ്ടിൽ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാതി ആചരണത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന് കൂടി ഓർത്തുവയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതോ അയ്യങ്കളി പഞ്ചമി സ്മാരക വിദ്യാലയമാണ്, തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക. ജാതിമത വ്യത്യാസമില്ല, എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കോ കുട്ടികൾക്കോ പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയെ കൈപിടിച്ച് ഉരുട്ടമ്പല സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെടുന്നു. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റു ഉപകരണങ്ങളും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിപ്പിച്ചിട്ടുണ്ട്. ഈ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഊരിട്ടമ്പലമാണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത എന്താണ് ലൈഫ് മിഷൻ എന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭവനരഹിത ഭവനം പൂർത്തിയാകാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതമായ മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അഥവാ ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള സർക്കാരുകളുടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് ഓർത്തിക്കുക. ഇനി അടുത്ത തീരമൈത്രി എന്താണെന്ന് നോക്കാം. മത്സ്യത്തൊഴിലാളികൾ സമൂഹത്തിലെ കുടുംബങ്ങളിലെയും വനിതകളെയും സംരംഭകരാക്കി സമൂഹത്തിലെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിലാളി സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ മത്സ്യത്തൊഴിലാളി വനിതകളാണ് സാമൂഹിക സാമ്പത്തിക ശാസ്ത്രീകരണം ഉറപ്പുവരുത്തുന്നത് സാധിക്കുകയും ചെയ്യുന്നു. അത് പ്രധാനമായിട്ട് തീരമൈത്രി പ്രധാനമായിട്ട് വനിതകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത കൈവല്യ പദ്ധതി എന്താണെന്ന് നോക്കാം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത് ഓർത്തിക്കുക. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാവാഹിനി എന്താണെന്ന് നോക്കാം. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജന്മരക്ഷ. അടുത്ത പ്രതിഭാതീരം എന്ന് വെച്ചാൽ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. അടുത്ത ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഗോത്ര ഭാഷയിൽ മലയാളത്തിലും പരിജ്ഞാനമുള്ള ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് ഓർത്തുവയ്ക്കുക. ഇനി അടുത്ത നക്ഷത്ര മാസം എന്താണെന്ന് നോക്കാം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലവയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്ര മാസം എന്നറിയപ്പെടുന്നത്. അടുത്ത സുനിത വില്യംസ് പറഞ്ഞ ഒരു വാക്യമാണ്, ശ്രദ്ധിക്കുക. ഭൂമി എത്ര മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലകളിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കിക്കാണാനായി ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതോ സുനിത വില്യംസ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അടുത്ത ബഹിരാകാശം എന്താണെന്ന് വെച്ചാൽ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പഠനങ്ങൾക്കായി പരിവേഷണത്തിനായി ബഹിരാകാശത്തെ വിദഗ്ധരെ അയക്കാറുണ്ട് എന്ന് കൂടി ഓർത്തിക്കാം. അടുത്ത നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനം വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു. അടുത്ത ഗ്രഹങ്ങൾ സവിശേഷതകൾ ജസ്റ്റ് നോക്കാം. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ്. ശുക്രൻ എന്ന് പറയുന്നത് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ശുക്രനാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നക്ഷത്രമാണ് ശനി. ജീവൻ നിലനിൽക്കുന്ന വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്നുകൂടി ഓർത്തിക്കാം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അദ്ദേഹത്തിന് പോളണ്ടുകാരനാണ് വാന നിരീക്ഷണം എന്ന് ഓർത്തുവയ്ക്കുക, പോളണ്ടുകാരൻ. അടുത്ത വാൽ നക്ഷത്രങ്ങൾ എന്താണെന്ന് നോക്കാം.
സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമക്കേതുകൾ. കോമറ്റ്സ് എന്നറിയപ്പെടുന്ന പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അടുത്ത ഉൽക്കകൾ എന്താണെന്ന് നോക്കാം. ക്ഷുദ്രഗ്രഹത്തിൽ നിന്ന് മറ്റു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്നറിയപ്പെടുന്ന മീറ്ററിയോട്സ്. രാത്രികാല സമയങ്ങളിൽ ഇവ അതിവേഗം സഞ്ചരിച്ച് തീപ്പൊരികളായ ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചൊവ്വയും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന ആസ്ട്രോയിഡ്സ് എന്നറിയപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുമുള്ള വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഓർത്തു വയ്ക്കാം. ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭട്ടനാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായ തെതീൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പിൽക്കാലത്ത് മെഗലൻ നാവികൻ ലോകം ചുറ്റി കപ്പൽയാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കുകയുണ്ടായി. അടുത്ത ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് ഓർത്തുവയ്ക്കുക. ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയമാണ് ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് ഓർത്തുവയ്ക്കുക. എക്സാമിന് ചോദിക്കാം. സമയം ഈ രീതിയിൽ ചോദിക്കാം. 24 മണിക്കൂർ എന്ന് മാറ്റിയിട്ട് എന്ത് ചോദിക്കാം? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത് പാതിര സൂര്യന്റെ നാട്. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേയാണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്ക് പ്രദേശത്തുള്ള 6 മാസത്തോളം തുടർച്ചയായി പകലും 6 മാസം തുടർച്ചയായി രാത്രിയും അനുഭവപ്പെടുന്നു എന്ന് ഓർത്തിക്കുക. അടുത്ത് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയ ദിനാന്തരീക്ഷ സ്ഥിതി സ്വാധീനിക്കപ്പെടുന്നു. ഇനി എന്താണ് കാലാവസ്ഥ എന്ന് ചോദിച്ചാൽ, ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. എന്താണ് ഇഗ്ലൂ എന്ന് ചോദിച്ചാൽ, ധ്രുവ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗങ്ങൾ. എഗ്നോട്ട അഥവാ എക്സിമോകൾ ഇവ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. എന്താണ് ഹരിത കേരള മിഷൻ എന്ന് ചോദിച്ചാൽ, മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. അടുത്ത സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ് എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിനോ സംസ്കാരത്തിലോ സ്വീകാര്യമായോ കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നിയമപരമായ അംഗീകാരവും സുരക്ഷിതവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്താണെന്ന് ചോദിച്ചാൽ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അടുത്ത ബാല അവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഓർത്തുക. അടുത്ത ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്ന 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, ഇതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. ഓർത്തുവയ്ക്കുക, അതിൻ്റെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 ആണെന്ന് ഓർത്തുവയ്ക്കുക. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് 2012 നിലവിൽ വന്നതെന്ന് ഓർത്തുവയ്ക്കുക. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയതെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതി
കോടതിയാണ് സുപ്രീം കോടതി. ഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി എന്ന് ഓർത്തിരിക്കുക. കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. ഹൈക്കോടതി എന്ന് പറയാൻ എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി എന്ന് ഓർത്തിരിക്കുക. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ കീഴ്ക്കോടതികളുണ്ട്. സുപ്രീം കോടതിയാണ് ഏറ്റവും ഉയർന്നത്, അത് കഴിഞ്ഞ ഹൈക്കോടതി, അത് കഴിഞ്ഞ ജില്ലാ കോടതികൾ, അത് കഴിഞ്ഞ കീഴ്ക്കോടതികൾ എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.